നമുക്കിന്ന് കുറച്ച് വീഡിയോസ് കണ്ടിട്ട് മറുപടി കൊടുക്കാനുണ്ട്. ആദ്യം ഒന്ന് ഇൻട്രോ ആയിട്ട് എല്ലാ വീഡിയോസിന്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഞാൻ പണ്ടേ പറഞ്ഞ സംഭവമാണ്, ലീഗുകാർക്ക് ഇതിനകത്ത് സാധനം ഇല്ല എന്ന്. അത് തെളിയിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ കാണിച്ചു തരട്ടെ. ഏതെങ്കിലും ഒരു തങ്ങളെ കൊണ്ട് ഊതിപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്ന വിചാരിക്കുന്ന ആൾക്കാരാണ് ഈ ലീഗുകാര്. നമ്മുടെ നാട്ടിൽ ഒരു വായ MP ഉണ്ടല്ലോ, തൃശ്ശൂരുകാർ, അതായത് ചാണകൂരുകാര് ജയിപ്പിച്ചു വിട്ട ഒരു MP പാർലമെന്റിൽ നിന്ന് കൈ ഉയർത്തി കാണിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി സഖാബ് പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ ഒരുത്തൻ വന്നിട്ട് ഒരൊറ്റ കൂക്കി. മുഖ്യമന്ത്രിക്ക് നേരെ കൂവിയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ ഭൂരിപക്ഷങ്ങൾ എങ്ങനെയാണ് ഉപദ്രവിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിന് എങ്ങനെയാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ മിത്രങ്ങൾ പ്രതികരിച്ചതെന്നറിയോ? ബംഗ്ലാദേശിന്റെ ഫ്ലാഗിൽ കാർക്കിച്ച് തുപ്പാണ്. നമ്മുടെ യോഗിജിയുടെ നാട്ടിൽ 180 വർഷം പഴക്കമുള്ള ഒരു പള്ളി നിലംപോലാക്കിയിട്ടുണ്ട്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് കാണാൻ പോകുന്നത്. എന്തായാലും വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് വലിച്ചു നീട്ടാൻ എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. വീഡിയോ മാക്സിമം ഷോർട്ടാക്കിയായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ഷിറ്റണ്ണൻ പാർലമെന്റിൽ നിന്ന് എന്താ ചെയ്തതെന്ന് നോക്കാം. അപ്പോ നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഒരു MP കറക്റ്റ് പറയുന്നുണ്ട്, ഞങ്ങളും കേരളയും പ്രശ്നത്തിലാണുള്ളതെന്ന്. ആ ഒരു ചിന്ത പോലും കേരളത്തിൽ നിന്ന് പോയ പല MP മാർക്കും ഇല്ല എന്ന് പറയുന്നത് തന്നെ അപമാനക്കേടാണ്. ഇതിനുശേഷമാണ് ഷിറ്റണ്ണൻ നമ്മുടെ കൈ ഉയർത്തിട്ട് ജാങ്കോ കാണിച്ചത്. അതൊന്ന് കാണാം. ചിറ്റണ്ണനെ കൊണ്ട് കേരളത്തിന് യാതൊരുവിധ ഉപകാരം കിട്ടുന്നില്ല. ഉപകാരം ചെയ്യുന്ന ആൾക്കാര് എന്തെങ്കിലും പറയുമ്പോ പോലും അതിനെ വിമർശിച്ചുകൊണ്ട് കൈയൊക്കെ ഇങ്ങനെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിറ്റണ്ണ നിങ്ങളെ ജയിപ്പിച്ച ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമല്ല അത്. ചാണകൂരിലുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കണം, നിങ്ങൾ ജയിപ്പിച്ച് വിട്ട ആളാണ് ഈ ഭൂലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വായയായിട്ട് സ്ഥാപിക്കേണ്ട ഒരാള്. തമാശ പറയുന്നല്ല, തമിഴ്നാട് കേരളത്തിനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. ഇങ്ങനെ സംസാരിച്ചപ്പോൾ പോലും പുച്ഛിച്ചുകൊണ്ട് കൈ രണ്ടും മലർത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ച മനസ്സ് തൃശ്ശൂരുകാരോട് ചെയ്ത ഏറ്റവും വലിയ ചതിയാണിത്. എന്നിട്ടും കുറെ ചാണകങ്ങൾ ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇയാളെ മൂലം താങ്ങിയിട്ട് പോകുന്നുണ്ട്. അതൊന്നും എനിക്കൊന്നും പറയാനില്ല. ഇതേപോലത്തെ ഒരു MP ഇനി കേരളത്തിൽ നിന്ന് ഉണ്ടാവാതിരിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. മനസ്സിലായോ? അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളോ. എനിക്ക് ഇവനോടൊന്നും യാതൊരുവിധ ബഹുമാനമില്ല, ഞാൻ ബഹുമാനിക്കുകയില്ല. ബഹുമാനിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാൻ നിൽക്കരുത്. കാരണം ഇമാതിരി തന്തയില്ലായ്മ കാണിച്ചിട്ട് അത് എടുത്ത് പ്രചരിപ്പിക്കാൻ മാത്രം വിവരമില്ലാത്ത ആൾക്കാരുള്ള പാർട്ടിയാണ് നിങ്ങളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു യാതൊരുവിധ ബഹുമാനം കൊടുക്കൂല. ആ വീഡിയോ ഒന്ന് കാണാം. അല്ല, എനിക്ക് മനസ്സിലാവായിട്ട് ചോദിക്കുകയാണ്, ആ കുപ്പിയിലുള്ളത് ചൂടുവെള്ളാണോ? എന്തൊക്കെ ചൊല്ലിട്ട് ഊതി കൊടുക്കുന്ന തണിച്ചു കൊടുക്കാണ് നിങ്ങൾ? ഇതൊക്കെ കാണുമ്പോ തന്നെ നമ്മുടെ ഇസ്ലാം മതത്തിനെ എത്രമാത്രം ഇതേപോലുള്ള ആളുകൾ മറ്റുള്ള മതക്കാരുടെ മുൻപിൽ നാണം കെടുത്തുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച ഒരാളായിരുന്നു ശിഹാബ് തങ്ങൾ. അയാളുടെ പരമ്പരയിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ സമൂഹത്തിൽ വന്നിട്ട് കുറച്ച് വെള്ളം കൊടുത്തിട്ട് അത് ലൂതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിലും വലിയ അപമാനക്കേട് വേറെ വരാനില്ല. ഇതേപോലത്തെ ആൾക്കാരൊക്കെയാണ് ലീഗിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ അണ്ടനും അടകോടനും ഒക്കെ ഉള്ള ഏക പാർട്ടി ലീഗാണെന്ന്. കാരണം ഇതിനകത്തൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഓരോ സ്ഥാനങ്ങൾ കൊടുക്കും, പിന്നെ അവര് തന്നെയാണ് രാജാവ്. ഒരു വീഡിയോയുടെ കുറച്ചുകൂടി ബാക്കിയുണ്ട്, അതുകൂടി ഒന്ന് കാണാം. തീർച്ചയായിട്ടും തമാശ പറഞ്ഞല്ല, ചിന്തിക്കാൻ കഴിവുള്ള മുസ്ലിംസ് ഒന്നും ഒരിക്കലും ഇയാളെ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാളായിട്ട് ആ ഒരു വീഡിയോ കാണരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അയാൾ ചെയ്തതാണ് ശരിയെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. നിങ്ങൾ മറ്റുള്ള ഒരു മതത്തിൽപ്പെട്ട ആളുകളായിട്ട് ചിന്തിച്ചിട്ടൊന്ന് കണ്ടു നോക്ക്. എത്ര വലിയ മണ്ടത്തരമാണ് കാണിച്ചു വെക്കുന്നത് അല്ലേ? വെള്ളത്തിൽ ഊതി കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്ന ആളുകളുള്ള പാർട്ടിയാണ് ലീഗ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ വിമർശിക്കുന്നത്. ഈ ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നതിലും എത്രയോ ഭേദമാണ് SDPIയെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ പറയാനുള്ളത്. അവരിങ്ങനത്തെ തെണ്ടിത്തരൊന്നും കാണിച്ചു വെക്കൂല. എന്തായാലും കൊള്ളല്ലേ, ഊതി കൊടുക്കുന്നടാ. അതുകൂടെ കുറച്ച് വയലന്റ് ആയിപ്പോയി. തലക്കകത്ത് വിവരമുള്ള ആൾക്കാരൊന്നും ഒരിക്കലും കുപ്പിയും വെള്ളത്തിലൊന്നും ഊതിപ്പിക്കില്ല. ഇവിടെ ബംഗ്ലാദേശിൽ എന്താ നടന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിംസ് ആക്രമിച്ചിട്ടുണ്ട്. അതിന് പ്രതിഷേധിച്ചത് എങ്ങനെയാണെന്ന് അറിയാം. ഇവിടെയുള്ള സംഖ്യകൾ കാണും. എങ്ങനെയുണ്ട് അല്ലേ? ഇതാണ് ഞങ്ങളുടെ മിത്രങ്ങൾ. എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെന്താ ചെയ്യുന്നതെന്ന് ചിന്തിക്ക പോലുമില്ല. അതാണ് ഞങ്ങളുടെ മിത്രങ്ങളുടെ കഴിവ്. ഇത് ഇവിടെ സൗത്ത് ഇന്ത്യയിലുള്ള മിത്രങ്ങളല്ല, ബംഗാളികളാണ്, അതായത് നോർത്ത് ഇന്ത്യൻ സംഖ്യകൾ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. വർഗീയത മൂത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതായത് ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിച്ചതിന് കണക്കായിട്ട് അവരുടെ ഫ്ലാഗിൽ തുപ്പാണ്. എന്താ പറയാൻ, അതുകൂടി അടുത്ത വീഡിയോ കാണാം. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടയിൽ കൂവിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ശരി വരും. അതായത് മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മൈക്ക് കട്ടായതിനു ശേഷം മൈക്കിനെതിരെ കേസെടുത്ത ടീമാണ് ഇവര്. ഒരാൾ മുഖ്യമന്ത്രിക്കെതിരെ കൂവിയാൽ എന്താണ് അവസ്ഥ കാണാം. മുഹമ്മദ് ആഷിഖ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ആഷിഖ്,
എന്താണ് മുഖ്യമന്ത്രിക്കെതിരെ കൂവാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? പ്രേരിപ്പിച്ച കാര്യങ്ങൾ കുറെ ഉണ്ടല്ലോ, കുറച്ചൊന്നല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്, അതായത് ഫസ്റ്റ് CPM ഭരണത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി ചെയ്ത പല കാര്യങ്ങളും അടിപൊളിയായിരുന്നു. പക്ഷെ വീണ്ടും ജയിച്ചപ്പോൾ മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങളിൽ പലതിലും പല സ്ഥലത്തും പാളിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേരിപ്പിക്കാൻ പ്രത്യേകിച്ച് കാരണം വേണോ? എന്തെങ്കിലും ഒരു കാരണമായിരിക്കും. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിരിക്കണം. കോൺഗ്രസ്സുകാരല്ലേ ഇതേപോലത്തെ കുക്കിയിടലും അതേപോലെ തന്നെ കരിങ്കോടി കാണിക്കലല്ല അവരല്ലേ ചെയ്യുന്നത്. രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും. പഴയ ഒരു ഡെലിഗേറ്റ് പാസ് ഉപയോഗിച്ചിരുന്ന ഒരാളാണ് മുഖ്യമന്ത്രിക്ക് നേരെ കൂവിയതിനെ തുടർന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കൂകിയാൽ എന്താണ് ശിക്ഷ? അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. കമന്റ് വായിക്കുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ UP, അതായത് യോഗിജി ഇല്ലേ, യോഗിജിയുടെ നാട്ടിൽ 150 വർഷം പഴക്കമുള്ള ഒരു പള്ളി നിലമ്പോലാക്കിയിട്ടുണ്ട്. അതാ നമ്മൾ ഇൻട്രോ കണ്ടിട്ടില്ലേ, അത് തന്നെ. ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് വിശദീകരിക്കുന്ന രീതിയിലൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാം. The 180-year-old Nuri Jama Masjid was demolished on Tuesday. Authorities claimed it encroached upon the Banda Fatehpur Road. This comes as the mosque committee sought relief from the Allahabad High Court. കേട്ടല്ലോ, കോടതി തന്നെയാണ് പള്ളി പൊളിച്ചു കളയാനുള്ള വിധി പുറപ്പെടുവിപ്പിച്ചത് എന്നാണ് പറയുന്നത്. നിങ്ങൾ തന്നെ കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് പള്ളികൾക്ക് നേരെയുള്ള സെർച്ചും കാര്യങ്ങളൊക്കെ നിർത്തിവെക്കണം എന്നുള്ള ഒരു വിധിയും കാര്യങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഒരു വിധിക്കൊക്കെ എത്ര ആയുസുണ്ട് എന്ന് ഈ ഒരു ന്യൂസ് കേട്ട ഒറ്റ വാക്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? മൊത്ത സംഖ്യകൾ തന്നെയാണ് ഈ കോടതിയിലൊക്കെ ഇരിക്കുന്നത്. പള്ളികളുടെ കാര്യത്തിലൊക്കെ ഏകദേശം തീരുമാനമായതുപോലെ തന്നെയാണുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ആർക്കെങ്കിലും എന്റെ വീഡിയോ കൊണ്ട് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു തേങ്ങയില്ല.